ഇതില് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 2018 എന്ത് സാധനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും അത് അവിടെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടാവും. 2018 ഒരു പ്രത്യേകത തന്നെ, കംപ്ലീറ്റ് ടേബിളിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, കമ്പോണൻസ് കൊടുത്തിട്ടുണ്ട്, പമ്പ് കപ്പാസിറ്റി എത്ര വരണമെന്ന് കൊടുത്തിട്ടുണ്ട്, പൈപ്സ് എങ്ങനെ വരണം കൊടുത്തിട്ടുണ്ട്, ഫിറ്റിങ്സ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ബുക്കിൽ സാധാരണ തിയറി എഴുതുന്ന പോലെ ഇങ്ങനെ എഴുതി പോയിരിക്കാം. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സാധനത്തിനെ പറ്റി മാത്രം ഡീറ്റെയിൽ ആയിട്ട് ഒറ്റ സിംഗിൾ പേജിൽ കിട്ടണമെങ്കിൽ ഇത് നോക്കിയാൽ മതി. മനസ്സിലാവും? എല്ലാ കാര്യങ്ങളും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാൽവ് ഔട്ട്ലെറ്റ്, ഹോസ്റ്റൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോഴത്തെ ടേബിളിൽ നമുക്ക് ഈ സ്കെച്ചിൽ ഒന്നും കൂടി ചെയ്യാണ്ട്, അതായത് ഈ താഴത്തെ ബോക്സാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, താഴത്തെ ബോക്സിന് ക്ലാസ് 1 പേര് പറഞ്ഞിരുന്നു, ഓർമ്മയില്ലേ? അപ്പൊ ഇത് ക്ലാസ് 1 ആണ് ഈ ഏരിയ. അപ്പോ ക്ലാസ് 1 ലാൻഡിംഗ് വാൽവിനെ പറ്റിയാ പറയുന്നത്. അപ്പൊ ലാൻഡിംഗ് വാൽവ് സ്കെച്ച് ഇങ്ങനെ വരിക. ഇതിനൊക്കെ ഫിസിക്കൽ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു റീല് പറയും. അപ്പൊ ഈ ലാൻഡിംഗ് വാൽവിന്റെ ഓപ്പണിംഗ് സൈസ് 65 ആണ്. ഇവിടെ എത്ര പറഞ്ഞത്? 25. ഈ 25 എന്ന് പറഞ്ഞാൽ 1 ഇഞ്ച് ആണെങ്കിൽ 65 എത്രയായിരിക്കും? 2.5. എക്സാക്ട് കൺവേർഷൻ അല്ല കേട്ടോ. കാര്യം എന്താ, ഒരു ഇഞ്ച് എന്ന് പറഞ്ഞാൽ 25.4 mm ആണ് ഒരു ഇഞ്ച്. ഇതെല്ലാവരും നോട്ട് ചെയ്ത് വെക്കണേ. അത് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയുന്നത്. ഇത് മുഴുവൻ കഴിഞ്ഞതിന് ശേഷം MEP മുഴുവൻ പഠിച്ചതിന് ശേഷം 1 ഇഞ്ച് എത്ര mm പറഞ്ഞാൽ അതിലേയും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്ന കൺവേർഷൻ എപ്പോഴും ചോദിച്ചാൽ കിട്ടണം. 1 ഇഞ്ച് 25.4 ആണ്. അങ്ങനെയാണെങ്കിൽ 2.5 ഇഞ്ച് എത്ര ഏകദേശം? 50.8 പ്ലസ് 12.75 അല്ല 12. അപ്പൊ എത്ര വരും ഏകദേശം? എക്സാക്ട് കൺവേർഷൻ ഒന്ന് നോക്കിയേ. എക്സാക്ട് കൺവേർഷൻ ഇതേ ഒരു 2. 63.5 ആണ് എല്ലാവർക്കും അതാ കിട്ടിയേ അല്ലേ? അപ്പൊ നമ്മള് 65 ആണ് ഇവിടെ പറയുന്നത്. ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1 ഇഞ്ച് 1.5 ഇഞ്ച് 1.25 എന്ന് പറഞ്ഞിങ്ങനെ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് കിട്ടൂലേ? പലയിടത്തും അത് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മള് സാധാരണ ഇതിന് പറയുന്ന പേര് നോമിനൽ ഡയമീറ്റർ എന്നാ പറയാ. നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങള് വീട്ടിൽ വിളിക്കല്ലേ കുഞ്ഞോനെ, കുഞ്ഞുട്ടിയെ? ആരാ? ഇല്ല, ഇവിടെ പറയില്ല. എന്റെ കാര്യം ഇവിടെ പറഞ്ഞാൽ പിന്നെ ശീലമായി മാറി. അപ്പൊ കുട്ടു അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ പറയാൻ കാര്യം എന്താ അറിയോ? ഈ നോമിനൽ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വിളിപ്പേര് എന്നാണ് അർത്ഥം. എക്സാക്ട് സയന്റിഫിക് കൺവേർഷൻ ആവില്ല. അപ്പൊ നിങ്ങൾ പലപ്പോഴും പൈപ്പിന്റെ ഡയമീറ്റർ പറയുന്ന സമയത്ത് നോമിനൽ ഡയമീറ്റർ എന്നായിരിക്കും പറയാം. അത് ഇന്നർ ആവാം, ഔട്ടർ ആവാം, മീഡിയം ആവാം, ആവറേജ് ആവാം, എന്തും ആവാം. മനസ്സിലായി? അപ്പൊ എക്സാക്ട് കൺവേർഷൻ ആവില്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന സൈസുകളൊക്കെ എക്സാക്ട് കൺവേർഷൻ അല്ല. ഇപ്പോൾ 1 ഇഞ്ചിന് 25 എന്ന് പറയാം, 25.4 എന്ന് പറയാറില്ല സാധനം. ഇവിടെ എഴുതിയതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 2.5 ഇഞ്ച് 63.5 ആണ് ഇവിടെ എത്ര എഴുതിയിരിക്കുന്നത്? 65. അപ്പോൾ ഇഞ്ചസ് കൺവേർഷൻ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ND എന്ന് പറയുള്ളൂ, നോമിനൽ ഡയമീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ലാൻഡിംഗ് വാൽവിലേക്ക് ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആരാ? ബിൽറ്റ് ഇൻ PRV. അപ്പോൾ നമുക്ക് ഇവിടെ PRV ആവശ്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി എന്തുണ്ട്? ബിൽറ്റ് ഇൻ PRV. അപ്പോൾ ഇതിൽ 12 ബാറും ഇവിടെ ലിമിറ്റേഷൻ ആണ്. പക്ഷെ ഇവിടുത്തെ മിനിമം ബാർ 6.9. നേരത്തെ എത്ര പറഞ്ഞു? 4.5. ഇവിടെ 6.9. മാക്സിമം 12 ആണ്. നിങ്ങൾ സ്പ്രിംഗ്ലർ എടുക്കുകയാണെങ്കിൽ, ഹോസ്റ്റലിൽ എടുക്കുകയാണെങ്കിൽ, ലാൻഡിംഗ് വാൽവ് എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും മാക്സിമം ഓൾമോസ്റ്റ് 12 ബാറാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും പോയിന്റ് ഇവിടുത്തെ തള്ളിയാലും കുഴപ്പമുണ്ടാവില്ല. എന്താ മാക്സിമം 12. അപ്പോൾ മിനിമം 6.9. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാനൊരു 7 ഫ്ലോറുള്ള ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ താഴെ ഒരു പമ്പ് കൊടുക്കുന്നുണ്ട്. ആ പമ്പിന്റെ ഏറ്റവും ടോപ്പില് ഒരു ARV എന്ന് പറഞ്ഞ സാധനം വെക്കുന്നുണ്ട്. അതായത് ഒരു ബിൽഡിങ്ങിൽ പമ്പുണ്ട്, പമ്പിൽ 7 ഫ്ലോർ ഉണ്ട്. ആ 7 ഫ്ലോറിൽ ഏറ്റവും ടോപ്പില് മിനിമം പ്രഷർ എത്ര വരണം? അങ്ങനെയാണെങ്കിൽ പമ്പിന്റെ കപ്പാസിറ്റി എത്രയും? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആൻസർ പറഞ്ഞോളൂ.
7 ഫ്ലോറിലെ ബിൽഡിംഗ്. ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പമ്പ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ടോപ്പില് എനിക്ക് മിനിമം പ്രഷർ വേണം. ആ മിനിമം പ്രഷർ എത്രയാണ്? അങ്ങനെയാണെങ്കിൽ പമ്പിന്റെ കപ്പാസിറ്റി എത്രയാണ്? ഞാൻ ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? 6.9. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ലാൻഡിംഗ് വാൽവ് എല്ലാ ഫ്ലോറിലും ഉണ്ടാവുമോ? എവിടെയൊക്കെ ഉണ്ടാവും, എവിടെയൊക്കെ ഉണ്ടാവില്ല? ഏറ്റവും താഴെ ഉണ്ടാവില്ല. ഏറ്റവും മുകളിലോ? ഈ ലാൻഡിംഗ് വാൽവ് എന്തിനാ? എന്ത് ഫില്ല് ചെയ്യാൻ? ട്രക്ക് വന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ കണക്ട് ചെയ്യുമ്പോ എവിടെയൊക്കെ കിട്ടണം? ട്രക്കിന് ആക്സസ് ഉള്ള സ്ഥലത്ത് കിട്ടണമെന്നില്ല. ട്രക്കിന് ആക്സസ് ഇല്ലാത്ത സ്ഥലമാണോ മുകളിലും താഴെയും? മുകളിൽ ആക്സസ് ഉണ്ടോ? ഇല്ല. ലാൻഡിംഗ് വാൽവ് ആണോ? ലാൻഡിംഗ് വാൽവ് എന്തിനാണ്? ലാൻഡിംഗ് എന്ന് പറഞ്ഞാല് ഈ പോകുന്ന പൈപ്പില്ലേ, ഈ പൈപ്പ് നേരെ കണക്ട് ചെയ്യുന്ന പമ്പിലോട്ടോ അല്ലെങ്കിൽ ബ്രീച്ചിങ് ലെറ്റിലോട്ടോ. ബ്രീച്ചിങ് ലെറ്റ് എവിടെ ഉണ്ടാവും? ആ ബിൽഡിങ്ങിന്റെ എൻട്രൻസിലുണ്ടാവും, മെയിൻ ഏരിയയിലുണ്ടാവും. അപ്പോൾ അവിടുന്ന് ഫയർ ട്രക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആ പൈപ്പിന്റെ വെള്ളം വരും. ഈ വന്നു കഴിഞ്ഞാൽ ഈ റീലില്ലേ, ഈ റീൽ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ വെക്കും. അപ്പൊ ഈ ഹോസ്പിറ്റൽ എന്തിനാണ്? ഈ ഹോസ്പിറ്റൽ എന്തിനാണ്? പറഞ്ഞോ. എന്തില്? ഇലക്ട്രിക്കലോ? ഈ ട്രക്ക് എപ്പോഴാ വരിക? ഇതിന്റെ കൺസെപ്റ്റ് എന്താ പറയുക? ആദ്യം ഒരു ഫയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്പോട്ടില് പമ്പും ടാങ്കും ഉണ്ടെങ്കിൽ വെള്ളം ഇതിൽ ഫില്ല് ചെയ്ത് വെക്കും അല്ലേ? ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ നമുക്ക് ചെറിയ തീയൊക്കെ അണക്കാൻ വേണ്ടി ഉപയോഗിക്കാം. ഇനി അതേ ടാങ്കും പമ്പും നമുക്ക് വലിയ തീ വരികയാണ് ശേഷം, അല്ലെങ്കിൽ നമുക്ക് ഈ 1 ഇഞ്ച് കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വലിയ തീ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിന്റെ 2.5 മടങ്ങില്ലേ കപ്പാസിറ്റി അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതേ ലെങ്ത്തിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പമ്പിന്റെ കപ്പാസിറ്റി ചെയ്ത സമയത്ത് ഒരു ടൈം പറഞ്ഞു. അത്ര 60 മിനിറ്റ്. ഈ 60 മിനിറ്റ് എന്തിനാണ്? ഫയർഫോഴ്സ് വരാനുള്ള ടൈമാണ്. അപ്പോൾ ഫയർഫോഴ്സ് വരുന്ന വരെ ഈ സാധനം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഫയർഫോഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല, ഇത് ഉപയോഗിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇതിന് 2 ഓപ്പറേഷൻസ് ഉണ്ട്. ഒന്ന് നമ്മളെ ടാങ്കിൽ നിന്ന് പമ്പിൽ നിന്നുള്ള കണക്ഷനും ഉണ്ട്, മറ്റേത് ഫയർഫോഴ്സ് എന്നുള്ള കണക്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വാൽവ് എവിടേക്കാണ് വേണ്ടി വരും? എല്ലാ ഫ്ലോറിലും വേണ്ടി വരും. പക്ഷെ നേരത്തെ കണ്ട പിക്ചറിൽ ഒരു സ്ഥലത്തില്ല. എവിടെ? ബേസ്മെന്റിലില്ല. എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഈ ഫയർ നടക്കുന്നത് നമ്മൾ ഈ പാർക്കിങ്ങിലാണെന്ന് വിചാരിച്ചോ. ട്രക്കിന് എത്താൻ പറ്റുമോ? ട്രക്ക് അവിടെ പുറത്തെത്തിയിട്ട് ഹോസ് കൊണ്ട് വലിച്ചൂടെ ലാസ്റ്റ് വരെ? നേരെ കുറച്ച് 2ാമത്തെ ഫ്ലോറിലാണ്, പറ്റൂല. അപ്പോൾ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ, ഈ കണക്ഷൻ ആക്റ്റീവ് ആക്കുക. സംഭവം മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആക്സസ് ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിലും ബേസ്മെന്റിലും ഈ ലാൻഡിംഗ് വാൽവ് നിർബന്ധമില്ല. അതുകൊണ്ടാണ് നേരത്തെ പിക്ചറിൽ അത് കാണാത്തത്. നേരെ മറിച്ച് മുകളിലുള്ള ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ, ഈ 7 ഫ്ലോറിൽ ഏറ്റവും മുകളിൽ ലാൻഡിംഗ് വാൽവ് ആണോ? ആണ്. അപ്പോൾ ഈ പമ്പിന്റെ കപ്പാസിറ്റി എത്രയാണ് പറഞ്ഞത്? ആദ്യം ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ് അല്ലേ? ഞാൻ പ്രഷറാണ് ഇവിടെ ചോദിക്കുന്നത്, പമ്പിന്റെ പ്രഷറാണ് ചോദിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായി. ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ള അറിയുന്ന ആൾക്കാരുണ്ടോ? ഉത്തരമല്ല ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ചെയ്യണം എന്ന് അറിയാൻ പറ്റും, പറയാൻ പറ്റും? ഓരോ ഫ്ലോറിലും ഓരോ കോറില്ല. ഒരു ഫ്ലോറിൽ ഒരു ഫ്ലോറിന്റെ ഹൈറ്റ് എത്ര? 4. എത്ര ഫ്ലോർ ഉണ്ട്? അപ്പൊ എത്ര? 28 മീറ്റർ. ഏറ്റവും ടോപ്പിൽ എത്ര വേണ്ടേ? 6.7 ആയിട്ട് എടുക്കാം. 7 എടുക്കാം. അപ്പൊ ഇനി എന്താ വിട്ടാള്? 28 ആഡ് ചെയ്യണോ? 28/10. 28/10. അപ്പൊ എത്ര? 2.8 പ്ലസ് 6. ഇത് മനസ്സിൽ വിചാരിച്ച ആരെങ്കിലും കിട്ടോ? എന്താ പറയുന്നത്? നീ അവിടെ ചുണ്ടടിക്കണ ഞാൻ കാണുന്നുണ്ട്. എന്താ സ്പോട്ടിൽ പറയുന്നത്?
ബാക്കിയുള്ള ആൾക്കും കൂടെ അവസരം കൊടുക്കും. എന്തൊരു ദീൻ ദയാലു ട്രെയിനില്ലേ ദീൻ ദയാലു എക്സ്പ്രസ്. ഒരു കാര്യങ്ങളോട് നിങ്ങൾ പറയാം, ഈ മലയാളികളെ ഏറ്റവും വലിയ പ്രശ്നം എന്താ അറിയോ? എന്താ മലയാളിയായി പോയി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. മലയാളികൾ എന്ന് പറഞ്ഞാല് വിവരത്തിൽ നമ്പർ 1 ആണ്, പക്ഷെ കോൺഫിഡൻസിൽ 0 ആണ്. നമ്മളെ ഏറ്റവും വലിയ ഫെയിലറും നമ്മളെ ഏറ്റവും വലിയ അഡ്വഞ്ചറും. മനസ്സിലായോ? അപ്പൊ ഞാന് സാധാരണ ട്രെയിനിങ് എടുക്കുമ്പോൾ ആദ്യം പറഞ്ഞ കാര്യം എന്താ പറയുക, ഞാൻ ട്രെയിനിങ് എടുക്കേണ്ട സംഗതി ശരി തന്നെയാണ്. കയ്യിൽ ഭയങ്കര മടിയുള്ള ആൾക്കാരെ മലയാളികൾ. എൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കിയാൽ മതി. ഈ ഗസല് കിട്ടണം, ഗസല് പാടുമ്പോൾ ഓരോ 2 വരിക്കും ഒരു സാധനം ഇങ്ങനെ പറയില്ല ഓഡിയൻസ്, ആരേവാ ഒരേ സാധനം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാലും ഓരോ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയും ഇല്ലേ? അവർക്ക് വട്ട അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്താലേ അടുത്ത ലൈനിട്ട് വരുള്ളൂ. മനസ്സിലായോ? അപ്പൊ മലയാളികളും മറ്റുള്ള രാജ്യക്കാരും നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മലയാളികൾ ഒരിക്കലും ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യില്ല. വലിയ പ്രയാസം. നിങ്ങളെ വീട്ടിൽ തന്നെ പോയി നോക്കിയാൽ മതി. അനിയന്മാരും അനിയത്തിയായിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? എപ്പോഴെങ്കിലും ഇപ്പൊ അടുത്ത കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ മോളെ നന്നായിരുന്നു, സൂപ്പറാണ് ഇടാ പറഞ്ഞ ആരെങ്കിലും ഉണ്ട് ഇതിൻ്റെ വീട്ടിൽ? സൂപ്പർ ആക്കൂല, ആക്കി കഴിഞ്ഞാൽ അവള് തലയിൽ ഇറങ്ങിട്ടില്ലേ? ഡിഫറൻസ് മനസ്സിലായോ? പലപ്പോഴും ഒരു ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരു അറബിയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് ഇപ്പൊ എത്ര പ്രാവശ്യം വണ്ടി മലക്കം മറിഞ്ഞാലും അറബി ഇങ്ങനെ കൂളായിട്ട് എഴുന്നേറ്റ് വരും, ഒരു സലാമലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകും. മനസ്സിലായോ? മലയാളി ആണെങ്കിൽ അയ്യോ ആരെങ്കിലും പൊക്കണേ, അതുവരെ ചാട കാണിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വീട് കഴിഞ്ഞ് ആളെ പോലെ മാറും അല്ലേ? ഇപ്പൊ 2-3 പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഒന്ന്, ഏറ്റവും നല്ല നോളജുള്ള ആൾക്കാർ മലയാളികളാണ്, പക്ഷെ പലയിടത്തും കോൺഫിഡൻസ് കൊണ്ട് ഏറ്റവും താഴെ വന്നിരിക്കുന്നുണ്ടാവും. അവിടെ മിസ്രികളും അറബ്സും ജോർദാനീസൊക്കെ കയറി പെർഫോം ചെയ്യുന്നുണ്ടാവും, 10 വയസ്സിൻ്റെ വീടുണ്ടാവില്ല. മനസ്സിലായോ? അവരെന്താ ചെയ്യുക അറിയാം? മലയാളികളോട് പണി ഇങ്ങനെ എടുപ്പിക്കും, അവനത് കോപ്പി അടിക്കും, കോപ്പി എടുത്തിട്ട് അവൻ പ്രസന്റ് ചെയ്യും, അവൻ മാനേജറാവും സ്പോട്ടിൽ. ഒരു 1 or 2 months അയാൾ മാനേജറായി മാറും. എന്തുകൊണ്ടാ? കോൺഫിഡൻസ് കാണിക്കണോണ്ടാ. അധികം പ്രൊജക്ട് മാനേജറിൽ നിങ്ങൾ നോക്കുക, ഒരാൾ പലസ്തീനയിൽ, എന്തുകൊണ്ടാ അറിയോ? അവന് ബോംബിന്റെ അടിയിൽ ജീവിച്ച ആളാണ്. മനസ്സിലായോ? അവനക്ക് ആരും പേടിക്കാനില്ല. നമ്മളോ കാശ്മീരിൽ ബോംബ് ഇവിടെ കിടന്നു കൊടുക്കും അല്ലേ? വ്യത്യാസമല്ലേ? നമ്മളിതുവരെ ആ ലൈഫ് കണ്ടിട്ടില്ല, അവർ ലൈഫ് കണ്ടാണ്. അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ടെർമിനേഷൻ എന്ന് പറഞ്ഞ വിഷയമല്ല. അവരെന്തും കയറി അറ്റാക്ക് ചെയ്യും. അയാൾ ഞാൻ തൗഫീഖ് എന്ന ആളില്ലേ, അയാളെ കപ്പാസിറ്റി ഭയങ്കര, അയാൾ 6 അടി പൊക്കമുണ്ട്, എന്നാൽ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ ആർക്കും പിടിച്ചെടുക്കാനും പറ്റില്ല. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ആ വിഷയം എന്തുകൊണ്ടാ അറിയോ? നമ്മളെ മൈൻഡിലൊരു ബ്ലോക്ക് പണ്ടേ വെച്ചിട്ടുണ്ട്. ബ്ലോക്ക് എന്താ അറിയോ? അങ്ങോട്ട് പോലെ വീഴും, ഇങ്ങോട്ട് പോലെ മറിയും അല്ലേ? ഇതിങ്ങനെ കേട്ട് 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 ശീലമായത്. നമ്മളെ കൾച്ചർ പണ്ടേ അങ്ങനത്തെ. അച്ഛനമ്മേനെയും കുറ്റം പറയില്ല കേട്ടോ, പണ്ടേ കൾച്ചറാണ്. ഇപ്പൊ പേടിപ്പിച്ച് ഇങ്ങനെ നിർത്തുകയാണ്. ആ പേടിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കണില്ല. ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ നാവിൻ്റെ ലൈസൻസ് വിട്ട് കളയരുത്, അത് കൺട്രോൾ ചെയ്തിട്ട് തന്നെ പോകണം. അത് ഇടയ്ക്ക് കയ്യിൽ നിന്ന് പോയാൽ തീർന്നു. മനസ്സിലായോ? കോൺഫറൻസുകൾ നിങ്ങൾ പോകുന്ന സമയത്ത് കോൺഫറൻസുകൾ നിങ്ങൾക്കതൊരു എതിരഭിപ്രായം ഉണ്ട് വിചാരിച്ചു, അത് പറയാനുണ്ടെങ്കിൽ ആ എതിരഭിപ്രായത്തിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് പറഞ്ഞ് ശീലിക്കണം. അല്ലെങ്കിൽ ആ മീറ്റിംഗ് അപ്പോൾ കെട്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ സ്ഥിരമായിട്ടുള്ള ഡയലോഗാണ്. സാറ് പറഞ്ഞതൊക്കെ ശരിയാണ്, 100% ശരിയാണ്. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് ചെറിയൊരു അഭിപ്രായം പറഞ്ഞിട്ട് ഒരു അഭിപ്രായം പറയും. അപ്പോൾ അവർ നോ എന്ന് പറയണേ, നോ ഇട്ടാൽ ഞാൻ അതിൽ തർക്കമില്ല, കഴിയും, കോംപ്രമൈസ്. മനസ്സിലായോ? നമ്മളതായിരിക്കും ശരി, പക്ഷെ അവിടെ പോയിട്ട് തർക്കിക്കാൻ നിൽക്കരുത്. പണ്ടൊരു ജാഫർ എന്ന് പറഞ്ഞൊരു പയ്യൻ്റെയായിരുന്നു, അവൻ ഇൻ്റർവ്യൂ പോയിട്ട് ഭയങ്കര വാശി. ഇവിടെ 2018 കണ്ട സാധനം അവിടെ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. അയാൾ പറയുന്നത് തെറ്റാണ്, ആയിക്കോട്ടെ, എന്തിനാണ് അയാൾ നന്നാക്കാൻ നടക്കുന്നത്? അയാളെ വിചാരം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ലൈറ്റായിട്ട് പോവുക, കാര്യം പറയാം, സാർ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്, ശരി അറിയില്ല, 2018 കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞാൽ പോരെ. ഞാൻ കുറച്ച് ഈഗോ കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ നിന്നാൽ ആർക്കാ നഷ്ടം? ആർക്കാ നഷ്ടം? നമുക്കാണ്, അയാൾക്കല്ല. അയാളാ പൊസിഷൻ അവിടെ ഇരിക്കുന്നു. ഇപ്പം തർക്കിക്കാൻ നിൽക്കരുത്. എവിടെ പോയാലും കാര്യങ്ങൾ സോഫ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം, സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ അതിനെപ്പറ്റി ആർഗ്യൂ ചെയ്യാൻ നിൽക്കരുത്. മനസ്സിലായോ? കാര്യം അവർ എല്ലാവർക്കും
അറിവിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ MEP എഞ്ചിനീയറായിട്ട് 25 കൊല്ലമായി ഇല്ല സെഗ്മെൻറ്റ്. ഞാൻ പോകുന്ന എപ്പോഴും സൈറ്റിൽ പോകുമ്പോൾ 10% എനിക്ക് അറിയാത്ത കാര്യമാണ്, 10-20% എനിക്കറിയില്ല. സെയിം പ്രൊജക്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും റിപ്പീറ്റ് ചെയ്ത് ഒരേ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് വിചാരിച്ചോ, എങ്കിലും നമുക്ക് 10-20% അറിയില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ടെക്നീഷ്യന് മുന്നിൽ പോയി പറയും, അപ്പോൾ ചിലപ്പോൾ വിവരം അറിയും. ടെക്നീഷ്യൻ സൂപ്പർവൈസറോട് എപ്പോഴും കുറച്ചൊന്ന് ജാടയിൽ, മമ്മൂട്ടി പണ്ട് നിന്ന രീതി ഉണ്ടല്ലോ അല്ലേ, കുറച്ച് ജാടയിലല്ലേ, ഇപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയില്ലേ അല്ലേ. അപ്പോൾ അന്ന് ജാട ഇട്ടാലേ മൂപ്പർക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ജാട മാറ്റി, കൾച്ചർ മാറിയപ്പോൾ കുറച്ചൊരു ഫ്രണ്ട്ലി ടൈപ്പ്. അപ്പോൾ ചില സ്ഥലത്ത് പഴയ മമ്മൂട്ടിയാവേണ്ടി വരും, ചില സ്ഥലത്ത് പുതിയ മമ്മൂട്ടിയാവേണ്ടി വരും. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ കോൺഫറൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമുക്ക് 100% അറിയുണ്ടാവും. അവിടെ കമൻറ്റ് ചെയ്യാനോ ഡയലോഗ് അടിക്കാനോ പോയത്. പഠിപ്പിക്കുന്ന ഒരു സാധനം ചിലപ്പോൾ നമ്മൾ അറിയാതെ വായന പോയിപ്പോകും. മനസ്സിലായി? കോൺഫിഡൻസിൻ്റെ കാര്യം പറഞ്ഞേ. ക്ലാസ്സിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മൈൻഡ് തോന്നുന്നത് വിളിച്ചു പറയാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ കാൽക്കുലേഷൻ ഒന്നുകൂടി പറഞ്ഞേ. 7 മീറ്റർ ഹൈറ്റാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ എത്ര? 28 മീറ്റർ. 7 ഫ്ലോറാണ്, 28 മീറ്റർ ഹൈറ്റായി. മുകളിലുള്ള പ്രഷർ എത്ര വേണം? ലാൻഡിംഗ് വാൽവിൽ 7 അല്ലെങ്കിൽ 6.9. അപ്പോൾ 7ഉം 2.8ഉം എത്ര ഏകദേശം 10ന്റെ അടുത്തായി. അപ്പോൾ ഈ പമ്പിന്റെ കപ്പാസിറ്റി മിനിമം 10 ആണ്. ഇനി ഇതിൻ്റെ ഉള്ളിലെ വാൽവ്, ഫിറ്റിങ്സ്, പ്രഷർ ഡ്രോപ്പ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. ഇപ്പം ഒരു 1 or 2 പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാർ കൂട്ടുകയാണെങ്കിൽ 10 എന്നുള്ളത് 12 ആവും. ഇപ്പോൾ ഈ സൈഡ് 12 ബാർ ഒന്നില്ലേ 7 ഫ്ലോറിൽ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഇന്റർവ്യൂവിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ. ഇപ്പം എന്തിൻ്റെ ബേസിലാണ് പോവുക? ഇവിടെയാണ് സിവിൽ ഡിഫൻസ് ഇല്ലേ, പ്രത്യേകിച്ച് അബുദാബി, ദുബായ്. അവരെ ഫസ്റ്റ് ഒരു പ്രൊജക്റ്റിൽ വന്നു കഴിഞ്ഞാൽ നേരെ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കയറും, ഏറ്റവും റൂഫിൽ പോകും. റൂഫ് പോയതിന് ശേഷം ഇവിടെ വന്നിട്ട് അവരൊരു ഗേജ് ഉണ്ടാവും, ആ ഗേജ് ചെക്ക് ചെയ്തിട്ട് അവിടെ 6.9 ഇല്ലെങ്കിൽ അത് അവരെ അതുപോലെ ഇറങ്ങി വണ്ടിയിലങ്ങ് കയറിപ്പോകും. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോയിന്റ്. മനസ്സിലായി? എന്തുകൊണ്ടാണ്? ഈ പ്രഷർ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ ഫയർ വന്നു കഴിഞ്ഞാൽ ഇതാരാ ഇൻസ്പെക്ട് ചെയ്തെന്നാണ് ചോദിക്കുക. ആ പ്രഷർ അവിടെ കിട്ടിയില്ലെങ്കിൽ ഫയർ വന്നു, പമ്പ് വർക്ക് ചെയ്യാണ്, ആ ലാസ്റ്റിലോട്ട് വെള്ളം എത്തിയില്ല, ആദ്യം പൊക്കുന്നവരാ? സിവിൽ ഡിഫൻസിൽ ഇൻസ്പെക്ട് ചെയ്ത ആളാണ്. അപ്പോൾ ഈ പോയിന്റ് അവർക്ക് ഭയങ്കര ക്രിട്ടിക്കലാണ്. അവരുടെ ജോബ് വരെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഒരു സാധനം. കാര്യം എന്താ? ലൈഫിനോടെ കളിക്കുന്നു. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ഈ കാൽക്കുലേഷൻ ശരിക്കും പഠിച്ചു വെക്കുക. ലാൻഡിംഗ് വാൽവിൻ്റെ പ്രഷറിനാണ് ആ കാൽക്കുലേഷൻ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ലാൻഡിംഗ് വാൽവിൽ എന്തൊക്കെയുണ്ട്? ഇപ്പോൾ 65 mm പൈപ്പ് പറഞ്ഞു. ബിൽഡിംഗ് PRV ഓപ്ഷണലാണ്, വിത്ത് ഓർ വിത്തൗട്ട് ബിൽഡിംഗ് PRV. പിന്നെ അടുത്തത് 30 മീറ്റർ ലോങ്, ഇത് സെയിം 30 മീറ്റർ ലോങ് ആണ്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മിനിമം പ്രഷർ 6.9, മാക്സിമം പ്രഷർ 12. അപ്പോൾ ഈ ഒരു എക്സാമ്പിളോടെ നോട്ട് ചെയ്ത് വെക്കുക. 7 ഫ്ലോർ ബിൽഡിംഗ് വിത്ത് ലാൻഡിംഗ് വാൽവ്, അല്ലെങ്കിൽ 7 ഫ്ലോർ ബിൽഡിങ്ങിൻ്റെ പമ്പ് കപ്പാസിറ്റി, പമ്പ് പ്രഷർ റേറ്റിംഗ് എത്രയാണെന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയാൽ മതി. വാട്ട് ഈസ് ദ പ്രഷർ ഫോർ, വാട്ട് ഈസ് ദ മിനിമം വർക്കിംഗ് പ്രഷർ ഫോർ എ ഫയർ പമ്പ്? ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതി. വാട്ട് ഈസ് ദ മിനിമം വർക്കിംഗ് പ്രഷർ ഫോർ ഫയർ പമ്പ് in a 7 floor building located at ground floor. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു സ്കെച്ച് വരയ്ക്കുക. 7 ഫ്ലോർ നോക്കിയിട്ട് അതിൻ്റെ ഹൈറ്റ്, അപ്രോക്സിമേറ്റ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. 7 into 4. ആക്ച്വലി 7 into 4 അല്ല കേട്ടോ, 3.6, 3.8 ആണ്. ഞാനൊരു റൗണ്ട് ഫിഗർ ആക്കിയിട്ട് 4 കൊടുക്കുന്നതാണ്. അപ്പോൾ 7 ഫ്ലോർ ആണെങ്കിൽ 7 into 4, 28 മീറ്റർ ഹൈറ്റ്. ടോപ്പ് മോസ്റ്റ് ലാൻഡിംഗ് വാൽ പ്രഷർ, മിനിമം പ്രഷർ എത്ര? 6.9. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. 7 plus 28 മീറ്റർ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ബൈ 10, 2.8, ഓൾമോസ്റ്റ് 10 ബാർ പ്രഷർ മിനിമം. പ്ലസ് അതിൻ്റെ ലോസസ് എന്തൊക്കെയാണ്? ഫിറ്റിങ്സ്, വാൽവ്, പ്രഷർ ലോസസ് എല്ലാം കൂടി കൂടിയിട്ട് ഒരു 2 ആഡ് ചെയ്യാം. അപ്പോൾ ഓൾമോസ്റ്റ് 12 ബാർ പ്രഷർ, ഒരു
7 ഫ്ലോർ ബിൽഡിങ്ങിൽ തന്നെ വരും. Living room.